ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ മുൻവർഷ കാലങ്ങളിൽ വന്ന ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മാത്രമല്ല, ഹിന്ദി, മലയാളം, അടിസ്ഥാന പദാവലി, കേരള പദാവലി, മാത്സ്, സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് തുടങ്ങി എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഉത്തരങ്ങളടക്കമുള്ള വീഡിയോസാണ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് 7 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഒക്കെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ആനുവൽ എക്സാമിന് വരും. അപ്പം ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ നിങ്ങൾ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ നമുക്കറിയാം, ഇംഗ്ലീഷിൽ നമുക്ക് 6 ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി എന്തായിരിക്കും? കോംപ്രിഹെൻഷൻ ആയിരിക്കും. ഒരു പാസേജ് തന്നിട്ടുണ്ടാവും, അതിനോടനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാവും, ഉത്തരങ്ങളൊക്കെ ആ പാസേജിൽ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു പാസേജ് ആയിരിക്കും, ചിലപ്പോൾ ഒരു പോയായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് കവർ ചെയ്തതാണ്, അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ നമുക്ക് തോട്ട്സ്, ക്യാരക്ടർ സ്കെച്ച്, ലെറ്റർ റൈറ്റിംഗ്, അങ്ങനത്തെ ഡയറി, അങ്ങനത്തെ ഒക്കെ കുറച്ചും കൂടി എക്സാമ്പിൾസ് നോക്കാം. ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു തോട്ട്സ് നോക്കാം. യു ഹാവ് റെഡ് ദ സ്ക്രിപ്റ്റ് ഓഫ് ലോൺലി ചൈൽഡ് ആൻഡ് ദ പപ്പി. അപ്പോൾ നമ്മൾ ലോൺലി ചൈൽഡ് ആൻഡ് ദ പപ്പി എന്ന പാഠഭാഗമൊക്കെ നമ്മൾ വായിച്ചതാണ്. ദ ലോൺലി ബോയ് കൺസിഡേഴ്സ് എ സ്ട്രീറ്റ് ഡോഗ് ഹാസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ആ ഏകാന്തനായി, അതായത് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാണ്ട് നടക്കുന്ന ആ കുട്ടീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അത് ആരെയാണ് കണക്കാക്കുന്നത്? ഒരു സ്ട്രീറ്റ് ഡോഗിനെയാണ്. ബട്ട് ഹിസ് മദർ ആസ്ക് ഹിം ടു ത്രോ ഇറ്റ് ഔട്ട്. പക്ഷേ അവൻ്റെ അമ്മ അവനോട് എന്താ പറയുന്നത്? അതിനെ വേഗം പുറത്തേക്ക് പോയി കളഞ്ഞോ എന്നാണ് പറയുന്നത്. ഹി ബിക്കം സാഡ്. അവനിക്ക് എന്താ സ്വാഭാവികമായിട്ടും വരിക? സങ്കടമാണ്. ഹി ബിക്കം സാഡ്. വാട്ട് വുഡ് ബി ഹിസ് തോട്ട്സ്? അപ്പോൾ എന്തായിരിക്കും അവൻ്റെ ചിന്തകൾ? അപ്പോൾ എന്താ പറയുക? ഹൗ ഹാപ്പി ഐ വാസ്. ഞാൻ എത്ര സന്തോഷമുള്ളവനായിരുന്നു. വെൻ ദ പപ്പി വാസ് വിത്ത് മീ. എപ്പോഴായിരുന്നു സന്തോഷം? ആ പപ്പി എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ. അപ്പോൾ എന്താണ് ആദ്യത്തെ സെൻറ്റൻസ്? ഹൗ ഹാപ്പി ഐ വാസ് വെൻ ദ പപ്പി വാസ് വിത്ത് മീ. ഹൗ ഹാപ്പി ഐ വാസ് വെൻ ദ പപ്പി വാസ് വിത്ത് മീ. ഐ ലവ്ഡ് ഹിം വെരി മച്ച്. ഞാൻ ഒരുപാട് അവനെ സ്നേഹിച്ചു. ഐ വാണ്ടഡ് ടു കീപ്പ് ഹിം ഹാസ് മൈ പെറ്റ്. എനിക്ക് എന്തായിരുന്നു ആവശ്യം? ഞാൻ അവനെ എൻ്റെ പെറ്റിനെ പോലെ, എൻ്റെ ഓമനയായിട്ട് ഞാൻ അവനെ നോക്കുമായിരുന്നു. ഐ വാണ്ടഡ് ടു കീപ്പ് ഹിം ഹാസ് മൈ പെറ്റ്. അങ്ങനെ നോക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഹി വാസ് എ ക്യൂട്ട് പപ്പി. എന്തൊരു ക്യൂട്ടായിട്ടുള്ള പപ്പിയാണ്. വി കുഡ് പ്ലേ ടുഗദർ. നമുക്ക് ഒന്നിച്ച് കളിക്കാം. റൺ ടുഗദർ. ഒന്നിച്ച് ഓടാം. ഹി വുഡ് ഓൾവേസ് ഫോളോ മീ. അവൻ എപ്പോഴും എന്നെ ഫോളോ ചെയ്യുമായിരുന്നു. ബട്ട് മം ആസ്ക്ഡ് മീ ടു ത്രോ ഹിം ഔട്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? അമ്മ പറഞ്ഞു അതിനെ വലിച്ചെറിയാം. ഓ, വാട്ട് എൽസ് ക്യാൻ ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? മൈ പുവർ പപ്പി, എൻ്റെ പപ്പി. ഒന്നുകൂടി വായിക്കാം. ഹൗ ഹാപ്പി ഐ വാസ് വെൻ ദ പപ്പി വാസ് വിത്ത് മീ. ഐ ലവ്ഡ് ഹിം വെരി മച്ച്. ഐ വാണ്ടഡ് ടു കീപ്പ് ഹിം ആസ് മൈ പെറ്റ്. ഹി വാസ് എ ക്യൂട്ട് പപ്പി. ഹി കുഡ് പ്ലേ ടുഗദർ, റൺ ടുഗദർ. ഹി ഓൾവേസ് ഫോളോ മീ. ബട്ട് മം ആസ്ക്ഡ് മീ ടു ത്രോ ഹിം ഔട്ട്. ഓ, വാട്ട് എൽസ് ക്യാൻ ഐ ഡു? മൈ പുവർ പപ്പി. അപ്പോൾ ഒരു തോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം. പോളിയ റെഡ് ദ ലെറ്റർ വിച്ച് വാസ് അഡ്രസ്ഡ് ടു ഹെർ ഹസ്ബൻഡ്. അപ്പോൾ പോളിയ കത്ത് വായിക്കുകയാണ്. ഏത് കത്താണ് വായിക്കുന്നത്? അവളുടെ ഹസ്ബൻഡിന് ആ ഫ്രണ്ട് അയച്ച കത്ത്. ദെൻ പ്രസ്സിങ് ഹെർ ലിപ്സ് ടുഗദർ സാഡ്ലി ഷി ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അങ്ങനെ അവൾക്ക് ഇങ്ങനെ ചുണ്ടമർത്തി പിടിച്ച് അവൾ കരയാൻ തുടങ്ങി. ഷി റോട്ട് ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. അപ്പോൾ അവൾക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടായി. അതൊക്കെ ഡയറിയിൽ എഴുതി. പ്രിപ്പയർ ഹെർ ഡയറി എൻട്രി. അപ്പം ഡയറി എഴുതുമ്പോൾ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡേറ്റ് എഴുതുക, ഒരു ദിവസവും എഴുതുക. ഓക്കെ, മൺഡേ 15 മാർച്ച് 2024. ഹൗ അൺഹാപ്പി ഐ ആം. ഞാൻ എത്ര ദുഃഖമുള്ളവളാണ്, എത്ര ഒരു സന്തോഷവുമില്ല. ഹൗ അൺഹാപ്പി ഐ ആം. സസ്പെക്റ്റഡ് മൈ ഗുഡ് ഹസ്ബൻഡ് വിത്തൗട്ട് എനി റീസൺ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഒരു കാരണവും ഇല്ലാണ്ട് സംശയിച്ചു. ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ് ടു ടീച്ച് മീ. അദ്ദേഹം എന്നെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ കഴിവതും ശ്രമിച്ചു. ബട്ട് കുഡിൻറ്റ് റെക്കഗ്നൈസ് ദിസ് ഗുഡ് ഇൻറ്റൻഷൻ. അദ്ദേഹത്തിൻ്റെ ആ ഗുഡ് ഇൻറ്റൻഷൻ ഞാൻ ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്തില്ല. നൗ ഐ ഡീപ്ലി റിഗ്രറ്റ്. ഞാൻ അതിയായി ദുഃഖിക്കുകയാണ്. എനി ഹൗ ഐ കുഡ് ലേൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ്.
Anyhow, I could learn reading and writing. Now, understand that literacy is the light which removes the darkness of ignorance from us. അപ്പോൾ ലിറ്ററസി എന്ന് പറയുന്നത് ഒരു വെളിച്ചം ആണ്. സാക്ഷരത എന്ന് പറയുന്ന വായിക്കാനും എഴുതാനും അറിയുന്നത് എന്നതൊരു വെളിച്ചമാണ്. വിച്ച് റിമൂവ്സ് ദ ഡാർക്ക്നെസ്, അത് ഇഗ്നറൻസ് എന്ന അറിവില്ലായ്മ എന്ന ഡാർക്ക്നെസ്സിനെ തുടച്ചു നീക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ എഴുതേണ്ടത്? സസ്പെക്റ്റഡ് മൈ ഗുഡ് ഹസ്ബൻഡ് വിത്തൗട്ട് എനി റീസൺ. ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ് ടു ടീച്ച് മീ ബട്ട് കുഡിൻറ്റ് റെക്കഗ്നൈസ് ദിസ് ഗുഡ് ഇൻറ്റൻഷൻ. നൗ ഐ ഡീപ്ലി റിഗ്രറ്റ്. എനിഹൗ ഐ കുഡ് ലേൺ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. നൗ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലിറ്ററസി ഈസ് ദ ലൈറ്റ് വിച്ച് റിമൂവ്സ് ദ ഡാർക്ക്നെസ് ഓഫ് ഇഗ്നറൻസ് ഫ്രം അസ്. ഇനി അടുത്തത് ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ റൈറ്റിംഗ് വളരെ ഈസിയാണ്. കോംപ്രിഹെൻഷൻ പോലെ തന്നെ പ്രൊഫൈൽ റൈറ്റിങ്ങും വളരെ ഈസിയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാം. റൈറ്റ് എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് ക്രിസ്റ്റീന ജോർജീന റോസറ്റി ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ്. അപ്പോൾ ഹിൻസൊക്കെ നമുക്ക് തരും. അപ്പോൾ നമ്മളതൊന്ന് കൂട്ടി എഴുതിയേ വേണ്ടു. ബോൺ 5 ഡിസംബർ 1830 ലണ്ടൻ, ഇംഗ്ലണ്ട്. പിന്നെ ഒക്യുപ്പേഷൻ കൊടുത്തിട്ടുണ്ട്, നാഷണാലിറ്റി കൊടുത്തിട്ടുണ്ട്, പിന്നെ വർക്ക്സ്, മേജർ വർക്ക്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡൈഡ്, മരിച്ച ദിവസവും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആരുടേതാണോ പ്രൊഫൈൽ എഴുതേണ്ടത് ആ ആളുടെ പേര് തന്നെ ഫസ്റ്റ് നമ്മൾ എഴുതുക, കുറച്ച് ബോൾഡായിട്ട് കൊടുക്കുക. പിന്നെ അവരുടെ ജനിച്ച വർഷവും മരിച്ച വർഷവും കൊടുക്കുക, ജനനവും മരണവും തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ ക്രിസ്റ്റീന ജോർജീന റോസറ്റി 1830 1894. പിന്നെ നമ്മൾ ആദ്യം ബോൺ 5 ഡിസംബർ എന്നല്ലേ, അത് നമ്മൾ ഒരു സെൻറ്റൻസിലാക്കി എഴുതാം. ക്രിസ്റ്റീന ജോർജീന റോസറ്റി വാസ് ബോൺ ഓൺ 5 ഡിസംബർ 1830 ഇൻ ലണ്ടൻ, ഇംഗ്ലണ്ട്. ഷി വാസ് ആൻ ഇംഗ്ലീഷ് പോയറ്റ്, ഒരു ഇംഗ്ലീഷ് പോയറ്റായിരുന്നു. ഹൂ റോട്ട് വെറൈറ്റി ഓഫ് റൊമാൻറ്റിക്, ഡിവോഷണൽ ആൻഡ് ചിൽഡ്രൻസ് പോയം. Golby Margaret in the Bleak Midwinter, Remember, etc. her famous work. She died on 29th December 1894. വളരെ സിമ്പിളാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ഇനി അടുത്തത് ഒരു ലെറ്ററാണ്. ദ ബോയ് ഫീൽസ് ഡീപ്ലി ഹേർട്ട് ബൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹിസ് മദർ ആൻഡ് ദ കണ്ടക്ടർ ടുവേർഡ്സ് ദ ബലൂൺ. അപ്പോൾ ആ ബോയ്ക്ക് വളരെയധികം വേദന ഉണ്ടാക്കുകയാണ്. എന്താണ്? ആറ്റിറ്റ്യൂഡ് ഓഫ് ഹിസ് മദർ ആൻഡ് കണ്ടക്ടർ ടുവേർഡ്സ് ദ ബലൂൺ. ബലൂണിനെ പറ്റിയിട്ട് ആ കണ്ടക്ടർ ബിഹേവിങ്ങോ അതേപോലെ തന്നെ മദറിൻ്റെ ബിഹേവിങ്ങോ ഒന്നും ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹി എക്സ്പ്രസസ് ഹിസ് ഫീലിങ്സ് ഇൻ എ ലെറ്റർ അഡ്രസ്ഡ് ടു ഹിസ് ഫ്രണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ടിന് കത്ത് എഴുതാണ്, അവൻ്റെ വിഷമങ്ങളൊക്കെ വെച്ച് കത്ത് എഴുതാണ്. ഡ്രാഫ്റ്റ് ദ നൈറ്റ്ലി ലെറ്റർ. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ അഡ്രസ്സ് എഴുതണം, പിന്നെ നമ്മൾ ഡേറ്റ് എഴുതണം, പിന്നെ ഒരു സല്യൂട്ടേഷൻ. ഡിയർ അപ്പു, ഹൗ ആർ യു? ഹൗ ഈസ് യുവർ ന്യൂ സ്കൂൾ? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. I am fine here. Yesterday I got a lovely red balloon from the street. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് സുഖവിവരങ്ങളൊക്കെ ചോദിക്കാം. ഹൗ ആർ യു? ഹൗ ഈസ് യുവർ ന്യൂ സ്കൂൾ? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഐ ആം ഫൈൻ ഹിയർ. അപ്പോൾ ഇന്നലെ എനിക്കൊരു നല്ലൊരു റെഡ് ബലൂണ് സ്ട്രീറ്റിൽ നിന്ന് കിട്ടി. ഐ വാസ് സോ എക്സൈറ്റഡ് ടു സീ സച്ച് എ ബിഗ് ബലൂൺ. ഒരു വലിയ ബലൂൺ കണ്ടപ്പോൾ എനിക്ക് വളരെ എക്സൈറ്റഡ് ആയി. ഐ തോട്ട് എവരിബഡി വുഡ് ലൈക്ക് ഇറ്റ്. ഞാൻ വിചാരിച്ചു എല്ലാവരും പിന്നെ അത് ഇഷ്ടപ്പെടുന്നു. ബട്ട് ദ ബസ് കണ്ടക്ടർ ഡിഡിൻറ്റ് അലോ മീ ടു ഗെറ്റ് ദ ബസ് വിത്ത് ദ ബലൂൺ. പക്ഷേ ബസ് കണ്ടക്ടർ എന്തായി? ബസ്സിലേക്ക് ബലൂണ് കയറ്റില്ല. വെൻ ഐ റീച്ച്ഡ് ഹോം, ഞാൻ ഹോമിലെത്തിയപ്പോൾ മൈ മദർ സ്കോൾഡഡ് മീ ആൻഡ് ത്രൂ ദ ബലൂൺ ഔട്ട്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ ചീത്ത പറഞ്ഞു, എന്നിട്ട് ബലൂണ് വലിച്ചെറിഞ്ഞു. ഐ ഫീൽ സോ സാഡ്. എനിക്ക് ഭയങ്കര സങ്കടമായി. ഐ ഡോണ്ട് ഹാവ് എനി ഫ്രണ്ട്സ് ഹിയർ അതർ ദാൻ ദിസ് ബലൂൺ. എനിക്കിവിടെ ഒരു ഫ്രണ്ട്സും ഇല്ല. ഐ മിസ് യു എ ലോട്ട്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. ആർ യു കമ്മിങ് ഹോം എനി ടൈം സൂൺ? നീ വരുന്നുണ്ടോ പഠിത്തെങ്ങാനും? ഐ വിൽ ഷോ യു മൈ ബലൂൺ വെൻ യു കം. നീ വന്നാൽ ഞാൻ എൻ്റെ ബലൂൺ കാണിക്കാൻ പറ്റില്ല അർജുൻ. അപ്പോൾ നമ്മൾ ഇതേ ലെറ്റർ തന്നെ വരണമെന്നില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നമ്മൾ പാറ്റേൺ, അതായത് ലെറ്ററിൻ്റെ മോഡലൊക്കെ കീപ്പ് ചെയ്താൽ നമുക്കൊരു 2 മാർക്കൊക്കെ കിട്ടും. മാറ്റർ നമുക്ക് അറിയില്ലെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു മാതൃക നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും.
മുഴുവൻ മാർക്കല്ല, കുറച്ച് മാർക്ക് കിട്ടും. അപ്പോൾ ഒന്നും എഴുതാതിരിക്കരുത്. അറിയാവുന്നവർ നല്ല വൃത്തിയുള്ള ഭാഷയിൽ നല്ല ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതുക. കുറച്ച് അറിയാത്തവർ ഈ ഒരു അഡ്രസ്സ് എഴുതാനും അതേപോലെ ഒരു ഡേറ്റ് എഴുതാനും ഒരു സല്യൂട്ടേഷൻ എഴുതാനും പിന്നെ കുറച്ച് ഹൗ ആർ യു, ഹൗ ഈസ് യുവർ ന്യൂ സ്കൂൾ എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ അതേപോലെ തന്നെ ഒരു കൺക്ലൂഷൻ വിത്ത് ലവ് എന്നുള്ള ഒരു കൺക്ലൂഷനും കൊടുക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മാർക്കോളം കിട്ടും. അതായത് ഒരു 5 മാർക്കിൽ ഒരു 1.5 മാർക്കോ 2 മാർക്കോ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഒരു കോംപ്രിഹെൻഷനാണ്. അപ്പോൾ അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കോംപ്രിഹെൻഷൻ. നമുക്ക് വേറൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഓരോന്നായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണുക. ഓക്കെ, താങ്ക്